കായിക താരം എന്ന നിലയിൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അധികം പ്രശസ്തനായ ആരാധക വൃന്ദമുള്ള മലയാളി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, സഞ്ജു വി സാംസൺ. വിമർശനങ്ങൾക്കും അവഗണനകൾക്കും നടുവിൽ ഒരു സാധാരണ ക്രിക്കറ്ററിൽ നിന്ന് അതിവേഗ ക്രിക്കറ്റിൽ ടീം ഇന്ത്യയുടെ ഒഴിവാക്കാനാകാത്ത ഘടകമായി മാറിയ യാത്രാചരിത്രമാണ് അദ്ദേഹത്തിൻ്റേത്. IPL-ൽ രാജസ്ഥാൻ റോയൽസ് എന്ന വടക്കേ ഇന്ത്യൻ ടീമിനൊപ്പമാണ് സഞ്ജുവിനെ ഇത്രനാളും നമ്മൾ കണ്ടത്. പിങ്ക് കുപ്പായത്തിൽ തിളങ്ങി നിൽക്കുന്ന സഞ്ജു തന്നെയാണ് ആ ടീമിൻ്റെ എക്കാലത്തെയും മികച്ച ബ്രാൻഡും. മലയാളികളടക്കമുള്ളവരുടെ ആദ്യത്തെ IPL ടീം ഏത് എന്നതിന് മുംബൈ, ചെന്നൈ, ബംഗളൂരു എന്നതടക്കം പല ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ ഭൂരിഭാഗം മലയാളികളുടെയും രണ്ടാമത്തെ ഫേവറേറ്റ് ടീമാക്കി രാജസ്ഥാനെ മാറ്റിയത് സഞ്ജു എന്ന ഫാക്ടർ മാത്രമാണ്. രാജസ്ഥാൻ വിടാൻ സഞ്ജു ആഗ്രഹം അറിയിച്ചു എന്ന വാർത്തകളാണ് ജയ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ധോണിക്ക് പകരക്കാരനെ തേടുന്ന ചെന്നൈ സഞ്ജുവിനായി പിടിമുറുക്കും. കൊൽക്കത്തയ്ക്കും സഞ്ജുവിൽ നോട്ടമുണ്ട്. ആദ്യം RDX റാപ്പ് കാണാം. മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം. അടുത്ത സീസണിൽ ടീമിനൊപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ അറിയിച്ചു. കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെ സഞ്ജു ഇക്കാര്യം ടീമിനെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. രാജസ്ഥാൻ മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് സഞ്ജുവിനെ ക്ലബ്ബ് വിടാൻ പ്രേരിപ്പിച്ചത്. സഞ്ജുവിനെ നിലനിർത്തുമോ എന്നതിൽ അന്തിമ തീരുമാനം ടീം മാനേജ്മെന്റിൻ്റെതായിരിക്കും. പ്രഥമ IPL കിരീട നേട്ടത്തിന് ശേഷം തഴയപ്പെട്ട രാജസ്ഥാൻ റോയൽസിന്റെ പുതുയുഗത്തിന് തുടക്കം കുറിച്ച നായകനാണ് സഞ്ജു സാംസൺ. 2013-ൽ ടീമിലെത്തിയ സഞ്ജു സാംസണെ കോഴ വിവാദത്തിൽ ടീമിനെ ഏർപ്പെടുത്തിയ വിലക്കിന് ശേഷം രാജസ്ഥാൻ തിരിച്ചെത്തിച്ചു. അധികം വൈകാതെ ടീമിന്റെ നായക സ്ഥാനവും സഞ്ജുവിനെ തേടിയെത്തി. നായകനായ 2ാം വർഷം സഞ്ജു ടീമിനെ IPL ഫൈനലിൽ എത്തിച്ച് മികവ് തെളിയിച്ചു. സഞ്ജു രാജസ്ഥാനിൽ നിന്ന് വിടവാങ്ങുമെന്ന വാർത്തകൾക്ക് പിന്നാലെ നിരവധി IPL ഫ്രാഞ്ചൈസികളാണ് താരത്തെ പാളയത്തിലെത്തിക്കാനായി കച്ചകെട്ടുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വിസിലെ പോട് ചേട്ടാ, നമുക്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ട് വരാം. സഞ്ജു സാംസനെ പ്രമുഖ ടീമുകൾ നോട്ടമിട്ട് തുടങ്ങിയത് രാജസ്ഥാൻ നായകനായത് മുതലാണ്. ധോണിക്ക് പിൻഗാമിയാക്കാൻ ചെന്നൈക്ക് പ്രത്യേക താല്പര്യം ഉണ്ട്. ഇപ്പോൾ ധോണിയെപ്പോലെ സഞ്ജുവും വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ക്യാപ്റ്റനാക്കാൻ ഷാരൂഖ് ഖാൻ്റെ കൊൽക്കത്തയും സഞ്ജുവിനെ നോട്ടമിടുന്നുണ്ട്. സഞ്ജുവിനെ വിട്ടു നൽകാൻ രാജസ്ഥാന് പൂർണ്ണ സമ്മതമില്ല എന്നാണ് സൂചനകൾ. സ്വാഭാവികമാണത്. രാജസ്ഥാൻ്റെ ഏറ്റവും പ്രധാന ക്രൗഡ് പുള്ളറാണ് സഞ്ജു സാംസൺ, നമ്മുടെ സഞ്ജു. ടീമിൻ്റെ ദക്ഷിണേന്ത്യയിലെ അടക്കം ആരാധക പിന്തുണ സഞ്ജു ഉള്ളതിനാലാണ് ആ ടീമിന് കിട്ടുന്നത്. ദേശീയ ടീമിൽ അവഗണിക്കപ്പെട്ടപ്പോഴും സഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് രാജസ്ഥാനായിരുന്നു എന്ന് നമുക്കറിയാം. രാജസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്ററാണ് നമ്മുടെ സഞ്ജു സാംസൺ. രാജസ്ഥാനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമാണ് നമ്മുടെ സഞ്ജു സാംസൺ. ഷെയ്ൻ ബോണിനെ മറികടന്ന് രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ കളിയിൽ വിജയിപ്പിച്ച ആളാണ് നമ്മുടെ സഞ്ജു. രാജസ്ഥാൻ ക്യാപ്റ്റനായി ഇറങ്ങിയേറിയ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി നമ്മുടെ സഞ്ജു വി സാംസൺ. 2022-ൽ രാജസ്ഥാനെ ഫൈനൽ വരെ എത്തിച്ചതും നായകനായ സഞ്ജു തന്നെ. രാജസ്ഥാനായി ഏറ്റവും കൂടുതൽ 50+ റൺസ് സ്കോർ ചെയ്തതും സഞ്ജു സാംസണാണ് എന്ന് ക്രിക്കറ്റ് കണക്കിൽ നോക്കുന്ന ആളുകൾക്കറിയാം. IPL-ൽ സഞ്ജു ഇതുവരെ നേടിയത് 4704 റൺസാണ്. IPL-ൽ ആകെ 3 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും സഞ്ജു നേടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. 2024 സീസണിൽ 531 റൺസ് നേടി കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. 48.27 ശരാശരിയിലും 153.47 സ്ട്രൈക്ക് റേറ്റിലുമായിരുന്നു ഈ പ്രകടനം എന്ന് നമ്മൾ ഓർക്കണം. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ അരങ്ങേറ്റത്തിൽ അടിസ്ഥാന വില നമുക്കറിയാം. 2013-ൽ രാജസ്ഥാൻ റോയൽസിൽ വില 10 ലക്ഷമായി ഉയരുകയാണ് ഉണ്ടായത്. 2014-ൽ വില 40 ഇരട്ടിയായി വർദ്ധിച്ച് രാജസ്ഥാൻ സഞ്ജുവിന് നൽകിയത് 4 കോടി രൂപയായിരുന്നു എന്ന് അറിയുന്നവർക്കറിയാം. 2018 മുതൽ 2020 വരെ സഞ്ജുവിന് ലഭിച്ചത് 8 കോടി രൂപയാണ് എന്നും നമുക്കറിയാം. 2022 മുതൽ 2024 വരെ രാജസ്ഥാൻ 14 കോടി രൂപ അദ്ദേഹത്തിൻ്റെ കളിക്ക് നൽകി. ഇക്കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റനായ സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തിയത് 18 കോടി രൂപയ്ക്കാണ്. സഞ്ജു ടീം വിടാനുള്ള ആവശ്യം അറിയിച്ചെങ്കിലും രാജസ്ഥാൻ്റെ നിലപാട് നിർണായകമാണ്. സഞ്ജുവിനായി ചെന്നൈ നേരിട്ട് രാജസ്ഥാനോട് സംസാരിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. രാജസ്ഥാൻ സഞ്ജുവിനെ ലേലത്തിലേക്ക് വിടുമോ എന്നതിലും സംശയമുണ്ട്. ടീമിൻ്റെ പ്രധാന ബ്രാൻഡ് എന്ന നിലയിൽ മറ്റു വലിയ താരങ്ങളില്ലാത്ത രാജസ്ഥാന് സഞ്ജു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ രാജസ്ഥാൻ വിടുമോ എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ട് നമുക്കിപ്പോഴും ഉറപ്പില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്താണ് തോന്നുന്നത് ഹർഷം? തീർച്ചയായും, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജുവിനോട് വലിയ താല്പര്യമുണ്ട്, അത് വാസ്തവമാണ്. മാത്രമല്ല ധോണിയാണ് അവരുടെ ഒരു ഐക്കൺ പ്ലെയർ എന്ന് പറയുന്നത്. ധോണിക്ക് ഒരു പിൻഗാമി എന്ന നിലയ്ക്ക് സഞ്ജുവിനെ തന്നെയാണ് അവർ നോട്ടമിടുന്നത്. സനീഷ്, ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജുവിനെ സംബന്ധിച്ചും കുറച്ച് വൈകാരികമായി തന്നെ ആയിരിക്കും ഈ തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക. കാരണം ഈ ദേശീയ ടീമിൽ നിന്ന് നിരന്തര അവഗണന നേരിട്ടപ്പോഴും രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ ചേർത്ത് പിടിച്ചു എന്നത് വാസ്തവമാണ്. രാഹുൽ ദ്രാവിഡിൻ്റെ പിന്തുണ ആ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് സഞ്ജു സാംസണിന് അവിടെ തിളങ്ങാൻ കഴിഞ്ഞു, അവിടെ ക്യാപ്റ്റൻ തന്നെ ആവുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും
ചെന്നൈ സൂപ്പർ കിങ്സും സഞ്ജുവിനെ നോട്ടമിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഈ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, നൂലാമാലകളുണ്ട്, ഇതിൻ്റെ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഈ കൈമാറ്റം സാധ്യമാവുകയുള്ളൂ. വെറുതെ സഞ്ജു ആഗ്രഹിച്ചതുകൊണ്ട് കൈമാറ്റം എളുപ്പത്തിൽ നടക്കില്ല എന്നതുണ്ട്. ടീമും തീരുമാനിക്കണമല്ലോ. ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് 2 കളിക്കാരെ രാജസ്ഥാൻ റോയൽസ് പകരം അവർക്ക് താല്പര്യമുണ്ട് എന്നും കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു കൈമാറ്റം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ സഞ്ജു തന്നെ ഒരുപക്ഷെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ, രാജസ്ഥാൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ സഞ്ജുവിനെ 2026 ലേലത്തിന് മുൻപ് തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും ആ ടീം ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറാൻ ഒരു കരിയർ ഷിഫ്റ്റ് എല്ലാവരും ആഗ്രഹിക്കുന്ന മട്ടിലായിരിക്കും ചിലപ്പോൾ സഞ്ജു സാംസണും ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു പോയത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന് ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ കിട്ടുന്നത് സഞ്ജു സാംസൺ എന്നുള്ള താരത്തിലൂടെയാണ്. അപ്പോൾ മുഴുവൻ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രാതിനിധ്യം എന്ന നിലയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള വലിയ പിന്തുണ സഞ്ജു സാംസണെ കൊണ്ടുണ്ട്. പക്ഷേ വേറൊരു കൗതുകകരമായ കാര്യം, ഈ തമിഴ്നാട്ടിലെ ക്രിക്കറ്റ് ആരാധകർക്ക് സഞ്ജുവിനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടീമിന് അവരുടെ ഈ ഫാൻ ബേസിനെ ഉറപ്പിച്ച് നിർത്താൻ സഞ്ജുവിൻ്റെ സാന്നിധ്യം ചെന്നൈ സൂപ്പർ കിങ്സിൽ ആ നിലയ്ക്ക് സഞ്ജുവിൻ്റെ സാന്നിധ്യത്തിലൂടെ കഴിയുമെന്നുള്ളത് അവർ ഉന്നമിടുന്നുണ്ട്. അതുകൊണ്ട് വൈകാതെ മാറ്റം തന്നെ പ്രതീക്ഷിക്കാമെന്ന് എനിക്ക്. ശരി. രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് കുപ്പായം അഴിക്കാനാണ് തീരുമാനം. പകരം എങ്ങോട്ട്, ചെന്നൈയിലേക്കോ കൊൽക്കത്തയിലേക്കോ എങ്ങോട്ട് പോകണമെങ്കിലും രാജസ്ഥാൻ ടീം തന്നെ സമ്മതിക്കണം. നിലവിൽ 2027 വരെയാണ് ടീമുമായി സഞ്ജുവിന് കരാറുള്ളത്. അസന്തുഷ്ടനായ ഒരു താരത്തെ രാജസ്ഥാൻ നിലനിർത്തുമോ എന്ന് കണ്ടറിയണം. റിലീസ് ചെയ്താൽ 2026 മിനി ലേലത്തിൽ സഞ്ജുവിനെ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസിക്ക് സ്വന്തമാക്കാം. താരത്തിനായി വാശിയേറിയ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങും. തീരുമാനം എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിനും സഞ്ജുവിനും, നമ്മൾ കായിക പ്രേമികൾക്കും നല്ലതിനാകട്ടെ. എവിടെയായിരുന്നാലും സഞ്ജുവിന് RDXന്റെ പിന്തുണയും. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.